സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ RCCൻ്റെ ക്ലാസ് 5 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുന്നുള്ള ക്ലാസ്സൊക്കെ എല്ലാവരും കേട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളെ മൈൻഡിലേക്ക് ആ ഒരു കാര്യം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് കോൺക്രീറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അല്ലേ. അപ്പം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി വെച്ച് പറയുകയാണെങ്കിൽ ലോ സ്ട്രെങ്ത് അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് അല്ലേ, ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റിന് നമ്മൾ എത്രയായിരുന്നു ഡെൻസിറ്റി പറയുന്നുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് നിങ്ങൾ മൈൻഡിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 500 to 1800 kg/m³ ആണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മൾ IS 456ൻ്റെ റിവൈസ്ഡ് ആയിട്ടുള്ള ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര ടൈപ്പാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പേര് എന്നുള്ളതൊക്കെ മൈൻഡിലേക്ക് ഓർക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ, ടൈപ്പ് ഓഫ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ. അപ്പോൾ കോൺക്രീറ്റിന് ഏതൊക്കെ ടൈപ്പ് സ്ട്രെങ്ത് ആണ് എടുക്കാൻ പറ്റുക നിങ്ങളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതാണ് പറയുക? അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യം മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. കോൺക്രീറ്റിന് ഏതൊക്കെ ടൈപ്പ് സ്ട്രെങ്ത് ആണ് എടുക്കാൻ പറ്റുക? ഒന്നെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന് കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കാൻ പറ്റും അല്ലേ. കോൺക്രീറ്റിന് കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട് അല്ലേ, അതേതായിരുന്നു? കംപ്രസീവ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തും കോൺക്രീറ്റിന് എടുക്കാൻ പറ്റും. അറിയാത്തവരെന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. കോൺക്രീറ്റിന് ഒരിക്കലും കംപ്രസീവ് മാത്രമല്ല എടുക്കാൻ പറ്റും, ടെൻസൈൽ എടുക്കാൻ പറ്റും. പക്ഷെ കംപ്രഷൻ എടുക്കുന്ന പോലെ തന്നെ അതേ ആ ഒരു അളവിൽ എടുക്കാൻ പറ്റില്ല അല്ലേ. ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് ടെൻഷൻ എടുക്കാൻ പറ്റുക. അപ്പോൾ ഈ രണ്ട് കാര്യവും അറിഞ്ഞിരിക്കുക. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ടൈപ്പ് ഓഫ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ. അപ്പം ടൈപ്പ് ഓഫ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിൽ ഫസ്റ്റ് കോൺക്രീറ്റിന് എടുക്കാൻ നമുക്ക് കംപ്രഷനും എടുക്കാൻ പറ്റും, ടെൻഷനും എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ, കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഈ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ വേറെ ഒരു ഷോർട്ട് നോട്ട് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ നമ്മൾ ഏത് ടേം വെച്ചായിരുന്നു ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? FCK ആണ് അല്ലേ. FCK എന്നുള്ള ടേം വെച്ചായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ ടെൻസൈൽ സ്ട്രെങ്ത്തും എടുക്കാൻ പറ്റുന്ന. അപ്പം ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിന് നമ്മൾ ഏത് ടേം വെച്ചായിരുന്നു ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ടേം വരുന്നുണ്ട് അല്ലേ. ഒരുപാടല്ല, ഒരു 3 ടേം വരുന്നുണ്ട്. അതായത് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ തന്നെ നമ്മൾ 3 സെക്ഷനായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു ടേം ഞാനിവിടെ ഡിനോട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഫസ്റ്റ് FCR, പിന്നെ FCR ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ FCT ഉണ്ട്, പിന്നെ FCD ഉണ്ട് അല്ലേ. FCD വരുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് FCD വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം അല്ലേ. നമുക്ക് കംപ്രഷനും അതുപോലെ തന്നെ ടെൻഷനും ഈ ഒരു കോൺക്രീറ്റിന് എടുക്കാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എത്ര എമൗണ്ട് ഓഫ് ടെൻഷനാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് എത്ര എമൗണ്ട് ഓഫ് ടെൻഷനാണ് എടുക്കാൻ പറ്റുക? ഒരു സ്മോൾ എമൗണ്ട് ആണ് അല്ലേ. കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റിന് ടെൻഷൻ എടുക്കാൻ പറ്റുക. എന്നാലും കോൺക്രീറ്റിന് ടെൻഷൻ എടുക്കാൻ പറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു എടുക്കാൻ പറ്റുന്ന ടെൻഷൻ നമ്മൾ വീണ്ടും 3 വരുന്നുണ്ട് അല്ലേ. അതാണ് FCR, FCT, FCD എന്ന് പറയുന്നത്. അപ്പം FCR അല്ലേ, ഫസ്റ്റ് നമുക്ക് FCR എന്താണെന്ന് നോക്കാം. FCR എന്ന് പറഞ്ഞാൽ എന്താണ്? FCR അല്ലേ, FCR എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റപ്ചർ ആണ്. മോഡുലസ് ഓഫ് റപ്ചറിനെയാണ് നമ്മൾ FCR എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. മോഡുലസ് ഓഫ് റപ്ചർ ഓർ ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലേ, ഫ്ലെക്ചറൽ ടെൻസൈൽ
സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. എന്താണ് ഈ ഒരു ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ഒരു കോൺക്രീറ്റിന് ആ ഒരു ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന ടെൻഷൻ അല്ലേ, ആ ഒരു ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന ടെൻഷൻ എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മോഡുലസ് ഓഫ് ഫ്ലെക്ചർ അല്ലെങ്കിൽ ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. നമ്മൾ പറഞ്ഞു FCR എന്നുള്ള ടേം വെച്ച് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മളൊരു കോൺക്രീറ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ബീം എടുക്കുകയാണെങ്കിൽ ആ ഒരു ബീമിന് ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഈ ഫ്ലെക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്ചറൽ അല്ലെങ്കിൽ ബെൻഡിങ് ഇത് ടേമിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബീം എടുക്കുകയാണെങ്കിൽ ഇതിൽ ബെൻഡിങ് ഉണ്ടാകുന്ന സമയത്ത് ഇതേ രീതിയിലാണല്ലേ ഉണ്ടാവുക, ഇതേ രീതിയിലാണ് ബെൻഡിങ് ഉണ്ടാവുക. ഇതിൽ മുകളിൽ കംപ്രഷൻ ആയിരിക്കും, അതുപോലെ തന്നെ താഴെ നമ്മൾ ടെൻഷൻ ആയിരിക്കില്ല എടുക്കുക. അപ്പം ഇതേ രീതിയിലാവുന്ന സമയത്ത് ഇവിടെ എത്രത്തോളം ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന ടെൻഷൻ ഈ ഒരു കോൺക്രീറ്റിന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലേ, എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു നമ്മളൊരു ക്യൂബ് എടുക്കും. അപ്പം ആ ഒരു ക്യൂബിൻ്റെ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എടുക്കുന്ന ക്യൂബ് അല്ലേ, ഒരു ക്യൂബല്ല, നമ്മളൊരു ബ്ലോക്ക് എടുക്കും കോൺക്രീറ്റിൻ്റെ. അതായത് നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കാണ്ട് കേട്ടോ, റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ തന്നെ നമ്മൾ ഒരു കോൺക്രീറ്റിൻ്റെ ബീം എടുക്കും. എന്നിട്ട് അതിലേക്ക് ലോഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഇതിന് എത്രത്തോളം ലോഡ് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഈ ഒരു കോൺക്രീറ്റ് ബീമിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700/150/150 ആണ്. നോക്കി വെക്കുക, 700/150/150 അല്ലേ. ഒരു ബീമിൻ്റെ സൈസ് എത്രയാണ്, 700/150/150 ആണ് വരുന്നത്. ആണ് കേട്ടോ, 700 mm/150 mm/150 mm ആണ്. കോൺക്രീറ്റ് സ്പെസിമെൻ ആണ്, നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഇതിൻ്റെ ഒരു FCR വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെസിമെൻ എടുത്തു അല്ലേ, നമ്മളിങ്ങനെ ഒരു കോൺക്രീറ്റിൻ്റെ ബ്ലോക്ക് എടുത്തതിന് ശേഷം നമ്മളിതിൽ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏത് ഡിസ്റ്റൻസിലാണ് ലോഡ് കൊടുക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എവിടെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് ലോഡ് കൊടുക്കുന്നത് എന്നല്ലേ. ഇപ്പം ഞാൻ ആ ബീമിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇപ്പം ഇതാണ് നമ്മളെ ബീമെങ്കിൽ ആ ഒരു ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് ഇപ്പം 700 ആണ് അല്ലേ, നമ്മൾ പറഞ്ഞു എടുക്കുന്നത് 700 mm ആണ്. ഇപ്പം 700 mm ഇതിൻ്റെ സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവുക 50 mm കേട്ടോ. 50 mm മാറിയും ഓരോ എൻഡിൽ നിന്നും 50 mm മാറിയിട്ടാണ് നമ്മളിതിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം ബാലൻസ് ഉണ്ടാവുക 600 mm ആണ്. അപ്പം ഈ ഒരു 600 mm L/3 ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇതിൻ്റെ ലോഡ് കൊടുക്കുക. അപ്പം ഇവിടെയാണ് സപ്പോർട്ട് വരുന്നതെങ്കിൽ L/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3 വരും അല്ലേ. അപ്പം L/3 ഡിസ്റ്റൻസിലാണ് ലോഡ് കൊടുക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ലോഡ് W എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പം L/3 ഡിസ്റ്റൻസിലാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ഇതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത് 50 mm എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയിട്ടാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിയേണ്ടത് അല്ലേ. നമ്മളിപ്പം പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടായിട്ട് ആഡ് ചെയ്ത് തരാം ഇവിടെ അല്ലേ. ഇൻ ദിസ് ടെസ്റ്റ് the supports are provided 50 mm from free end ഓഫ് സ്പെസിമെൻ ആണ്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് സപ്പോർട്ട് അല്ലേ, ലെങ്ത് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് 600 mm ആണ് എന്നുള്ളത് ഇവിടെ അല്ലേ. ഈ ഒരു 600 എന്നുള്ളത്
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ട് എൻഡിലും 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്ററിൽ 600 ആണല്ലേ ഉണ്ടാവുക. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു FCR വാല്യൂ കിട്ടും അല്ലേ. അപ്പം ആ ഒരു FCR വാല്യൂ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. FCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7√FCK ആണ്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതി വെക്കുക. എക്സാംസിനൊക്കെ ചോദിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. FCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.7√FCK ആണ് വരുന്നത്. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഇപ്പം 0.7√FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ് അല്ലേ. അപ്പം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിൻ്റെ റൂട്ടിൻ്റെ 0.7 ആണ് ഈ ഒരു FCR വാല്യൂ വരുന്നത് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞതിലുള്ള പോലെ എത്രയാണ് മൈന്യൂട്ട് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് ടെൻഷനാണ് എടുക്കാൻ പറ്റുക എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം FCK വാല്യൂ അല്ലേ. FCK വാല്യൂ വരുന്നത് 25 അല്ലേ. 25 നമുക്ക് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം FCK വാല്യൂ 25 ആണ്. അതായത് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിന് എടുക്കാൻ വരുന്ന കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 25 ആണല്ലേ പറയുന്നത്. 25 Newton/mm² ആണെങ്കിൽ ഇതിന് എത്രത്തോളം FCR എടുക്കാൻ പറ്റും നമുക്ക് നോക്കുകയാണെങ്കിൽ FCR എന്ന് പറയുമ്പോൾ 0.7√FCK ആണ് അല്ലേ. അപ്പം 0.7√FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 നമുക്കിവിടെ FCK പറയുന്നത് 25 ആണ്. 25 ആകുമ്പോൾ റൂട്ട് എടുക്കുമ്പോൾ 5 വരും അല്ലേ. അപ്പം 0.7 × 5 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 3.5 ആണ് അല്ലേ കിട്ടുക. 3.5 Newton/mm² ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. 25 Newton/mm² കംപ്രഷൻ എടുക്കുന്ന ഒരു ബ്ലോക്കിന് അല്ലെങ്കിൽ ഒരു നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഏത് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ 25 Newton/mm² എടുക്കാൻ mm² ആ ഒരു കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ കംപ്രഷൻ എടുക്കാൻ പറ്റുന്ന അളവാണെങ്കിൽ അതിനെടുക്കാൻ പറ്റുന്ന ടെൻഷൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 3.5 Newton/mm² ആണ്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കുറവാണ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മൾ ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഇതാണ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിൻ്റെ വെച്ച് നമ്മൾ ഈ ഒരു മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. FCR വാല്യൂ ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ തന്നെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് FCR ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള വേറെ 2 ഏതൊക്കെയായിരുന്നു? FCR നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പറയുന്നതാണ് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് FCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മളിപ്പം വന്നിട്ടുള്ള ആ ഒരു ബെൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെങ്ത് അല്ലേ. സെക്കൻഡ് നമുക്ക് പറയാനുള്ളതാണ് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. സെക്കൻഡ് പറയാനുള്ളതാണ് സ്പ്ലിറ്റ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പം സ്പ്ലിറ്റ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ടേം FCT ആണ് കേട്ടോ. FCT എന്നുള്ള ടേം വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോഡുലസ് ഓഫ് റപ്ചർ ആണ് അല്ലേ, FCR എന്ന് പറയുന്നത്. അപ്പം ഇവിടെ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? T എന്ന് പറയുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ടെൻഷനാണ് വരുന്നത്. നോക്കി വെക്കുക. പിന്നെ F എന്ന് പറയുന്ന സമയത്ത് സ്ട്രെസ്സാണ്. പിന്നെ അതുപോലെ തന്നെ C കോൺക്രീറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ് നോക്കേണ്ടത്. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ടെൻഷന് നോക്കേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കാണാൻ എടുക്കുന്ന സ്പെസിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സിലിണ്ടറിക്കൽ സ്പെസിമെൻ്റെ ഡയമെൻഷൻസ് ഒക്കെ അതിവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം സിലിണ്ടറിക്കൽ സ്പെസിമെൻ്റെ ഡയമെൻഷൻസ് വരുന്നത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഡയമീറ്റർ വരുന്നത് 150 mm ആയിരുന്നു.
അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലെങ്ത് വരുന്നത് എത്രയായിരുന്നു? 300 mm ആയിരുന്നു അല്ലേ? അപ്പം അത് ഓർത്ത് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ലോഡ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോങ് ദ ഡയഗണലാണ് കേട്ടോ. ഇതിൽ നമ്മൾ ലോഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എലോങ് ദ ഡയഗണലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെനെ ഇപ്പം നമ്മൾ ഇതേ രീതിയിൽ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ സിലിണ്ടറിക്കൽ സ്പെസിമെൻ നമ്മൾ ഇതേ രീതിയിൽ വെക്കുകയാണെങ്കിൽ ലോഡ് ഈ ഒരു ഡയറക്ഷനിൽ വരും അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രം എടുക്കുകയാണെങ്കിലോ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിൽ ലോഡ് വരുന്നുണ്ടാവുക ഇതേ രീതിയിലായിരിക്കും അല്ലേ? അപ്പം ഇതെങ്ങനെയാണ്? അപ്പം ഇവിടെ നമ്മൾ ലോഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എലോങ് ദ ഡയഗണൽ ആണ് അല്ലേ? ലോഡ് ഈസ് പ്രൊവൈഡഡ് എലോങ് ദ ഡയഗണൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ടേം ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം മാത്രമാണ്. പിന്നെ നമുക്കിവിടെ FCT കണ്ടിട്ടുള്ള ഇക്വേഷൻ അല്ലേ? ആ ഒരു ഇക്വേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. FCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലേ? അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. FCT ഈസ് ഈക്വൽ ടു 2P ഡിവൈഡഡ് ബൈ πdl ആണ്. അതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്ലൈ ചെയ്യുന്ന ലോഡ് അല്ലേ? നമ്മളിപ്പം ഒരു സിലിണ്ടറിൻ്റെ ഇതേ രീതിയിലാണ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഇവിടെ നമ്മൾ P എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇവിടെ ഒരു P എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. P എന്താണ്? ലോഡ് അപ്ലൈഡ് അല്ലേ? P എന്ന് പറയുന്നത് ലോഡ് അപ്ലൈഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ ആണ്. ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ നമ്മൾ പറഞ്ഞല്ലേ? L എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് സ്പെസിമെൻ ആണ് എടുക്കേണ്ടത്. പിന്നെ നമുക്കിവിടെ നോക്കാനുള്ളത് D അല്ലേ? D എന്താണ്? D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ആണ് അല്ലേ? ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആണ്. ഡയമീറ്റർ ഓഫ് സിലിണ്ടറിക്കൽ സ്പെസിമെൻ അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു ഇക്വേഷൻ ആണ് ഓർത്ത് വെക്കേണ്ടത്. നമ്മൾ FCR പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? FCR പറഞ്ഞ സമയത്ത് 0.7√FCK എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ FCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCT ഈസ് ഈക്വൽ ടു 2P ഡിവൈഡഡ് ബൈ πdl ആണ്. അപ്പം രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി മൂന്നാമത് നമുക്ക് നോക്കാനുള്ള ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. തേർഡ് നമുക്ക് നോക്കേണ്ടത് ഏതാണ്? ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ കോൺക്രീറ്റിൽ വരുന്ന ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് നോക്കേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടേം ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCD വെച്ചിട്ടാണ് അല്ലേ? FCD വെച്ചിട്ടാണ്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഒരു ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് കോൺക്രീറ്റിന് ഡയറക്റ്റ് ആയിട്ട് എത്ര ടെൻഷൻ എടുക്കാൻ പറ്റുന്നുള്ള ആ ഒരു അളവാണ് അല്ലേ? അപ്പം എന്താണ് ഈ ഒരു ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് അല്ലേ? എമൗണ്ട് ഓഫ് ടെൻഷൻ ദാറ്റ് കോൺക്രീറ്റ് ക്യാൻ ടേക്ക് ഡയറക്റ്റ്ലി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് 3 കാര്യമാണല്ലേ ഇവിടെ നോക്കാനുള്ളത്. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? നമ്മൾ കോൺക്രീറ്റിൽ 2 ടൈപ്പ് ഓഫ് സ്ട്രെങ്ത് ആണുള്ളതെന്ന് പറഞ്ഞു. അതേതൊക്കെയായിരുന്നു? കംപ്രസീവ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തും അല്ലേ? കംപ്രസീവ് സ്ട്രെങ്ത്തും ടെൻസൈൽ സ്ട്രെങ്ത്തും പറഞ്ഞു. അപ്പം അതിൽ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുന്ന, നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും അല്ലേ? കംപ്രസീവ് സ്ട്രെങ്ത്, കോൺക്രീറ്റിന് കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതൽ എടുക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അല്ലേ? ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോൺക്രീറ്റ് ബ്ലോക്കിന് കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കുന്ന അത്ര എടുക്കാൻ പറ്റിയില്ലെങ്കിലും സ്മോൾ എമൗണ്ട് ഓഫ് ടെൻസൈൽ സ്ട്രെങ്ത് കോൺക്രീറ്റ് ബ്ലോക്കിന് എടുക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഇപ്പം ഇത് ടെസ്റ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ നമ്മൾ മൂന്നായിട്ട് വീണ്ടും അല്ലേ, നമുക്ക് ഈ ഒരു കോൺക്രീറ്റിൽ വരുന്ന ടെൻസൈൽ സ്ട്രെങ്ത്തിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതിൽ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്തായിരുന്നു, FCR ആണ് അല്ലേ. FCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അല്ലേ, ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന ടെൻഷൻ നമ്മൾ നോക്കേണ്ടിയിട്ടാണ് FCR മോഡുലസ് ഓഫ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ. അപ്പം അതായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ സ്റ്റീലൊന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു ബ്ലോക്ക് എടുത്തു. ആ ഒരു ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 mm by 150 mm by 150 mm ആയിരുന്നു. അതിൽ നമ്മൾ ലോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു, എൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു, അപ്പം അതിൽ നമ്മൾ സപ്പോർട്ട് അല്ലേ, എൻഡ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് സൈഡിൽ നിന്നും 50 mm മാറിയിട്ടായിരുന്നു. അതുപോലെ തന്നെ അതിലേക്ക് ലോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് L/3 ഡിസ്റ്റൻസിലായിരുന്നു. അതൊക്കെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇപ്പം ക്ലാസ് പറയുന്ന സമയത്ത് മാക്സിമം മനസ്സിലാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ എടുത്തു. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു FCRൻ്റെ ഒരു വാല്യൂ കിട്ടും അല്ലേ. FCRൻ്റെ വാല്യൂ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, FCR അല്ലേ, FCR ഈസ് ഈക്വൽ ടു 0.7 എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള മോഡുലസ് ഓഫ് ഫ്രാക്ചറിൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു, സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലേ. സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സിലിണ്ടറിക്കൽ സ്പെസിമെൻ വെച്ചിട്ടായിരുന്നു അല്ലേ. സിലിണ്ടറിക്കൽ സ്പെസിമെൻ വെച്ചിട്ടായിരുന്നു നമ്മൾ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ എന്താണ് നമ്മൾ നോക്കുന്നത്, ഇൻഡയറക്റ്റ് ടെൻഷൻ ആണ് അല്ലേ. ഇൻഡയറക്റ്റ് ടെൻഷനാണ് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലിണ്ടറിന്റെ ഡയമീറ്ററും ലെങ്ത്തും ഒക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഓർക്കുക. സിലിണ്ടറിന്റെ ഡയമീറ്റർ എത്രയായിരുന്നു വരുന്നത്, സിലിണ്ടറിന്റെ ഡയമീറ്റർ വരുന്നുണ്ടായിരുന്നത് 150 mm ആണ് അല്ലേ. 150 mm ആണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. ലെങ്ത് വരുന്നുണ്ടായിരുന്നത് 300 mm ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക, ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളല്ലേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു FCR പറഞ്ഞു. നമുക്ക് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് നോക്കേണ്ടത്. FCT ആണ് അല്ലേ. FCT നോക്കുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, 2P ഡിവൈഡഡ് ബൈ πdl ആണ് അല്ലേ. അതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡാണ്, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് സ്പെസിമെൻ ആണ്, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആണ്. നോട്ട് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ് അല്ലേ. ഈ ഒരു കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുന്ന ഡയറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺക്രീറ്റിന് എത്രത്തോളം ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് FCD എന്നുള്ള ടേം കൊണ്ടാണല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കോൺക്രീറ്റിലേക്ക് ഈ ഒരു 3 ലോഡും വരുന്ന സമയത്ത് ഏതാണ് കൂടുതൽ ഈ ഒരു കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് നോക്കിയാൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ. FCR ഉണ്ട്, അതുപോലെ തന്നെ FCT ഉണ്ട്, FCD ഉണ്ട് അല്ലേ. ഇതിൻ്റെ ആ ഒരു ടെൻസൈൽ സ്ട്രെങ്ത്തിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കാൻ പറ്റുന്നത് FCR ആണ്. അപ്പോൾ നമുക്ക് FCR ഈസ് ഗ്രേറ്റർ ദാൻ FCT ഇല്ലേ. FCT ഗ്രേറ്റർ ദാൻ FCD ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതായിരുന്നു, FCK അല്ലേ. FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ഗ്രേറ്റർ ദാൻ ആയിരിക്കും അല്ലേ. FCK ആണ്. കോൺക്രീറ്റിന്റെ കാര്യം പറഞ്ഞ മൊത്തത്തിൽ അതിനെടുക്കാൻ പറ്റുന്ന ലോഡിന്റെ നോക്കുമ്പോഴാണ് FCK ആണ് ഏറ്റവും കൂടുതൽ വരിക. മറിച്ച് നമ്മളിപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ കാര്യം മാത്രമാണല്ലോ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ടെൻസൈൽ സ്ട്രെങ്ത് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ FCR വരെയാണ് അല്ലേ. FCR ആണ് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്
കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കാൻ പറ്റുന്നുണ്ടാവുക. FCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് കോൺക്രീറ്റിന് ഏറ്റവും കൂടുതൽ മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ ബെൻഡിങ് ആണ് അഫോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ ഇൻഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലേ. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. FCR ഈസ് ഗ്രേറ്റർ ദാൻ FCT ഗ്രേറ്റർ ദാൻ FCD ആണ് അല്ലേ. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടെ FCD ഈക്വൽ എത്ര FCR ആണ്, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കമ്പാരിസൺ നോക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ 2-3 ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു ഹോംവർക്ക് പോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇതിന്റെ ആൻസർ ഞാൻ ഷെയർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ നോട്ടിലേക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ നോട്ട് എഴുതുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയുന്ന സമയത്ത് ശരിയാണോ എന്ന് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ഹോംവർക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആക്കിയിട്ട് പഠിക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ സ്റ്റഡി പോലെ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഓഫ് M25 കോൺക്രീറ്റ് എന്നാണ്. ഓപ്ഷൻ എ 4 MPa, ഓപ്ഷൻ ബി 3.5 MPa, ഓപ്ഷൻ സി 3 MPa, ഓപ്ഷൻ ഡി 1.75 MPa. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഒരു ചെറിയൊരു പ്രോബ്ലം ആണ് അല്ലേ. നിങ്ങൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ നോക്കുക ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്തു തരാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഈസ് ഡിസിഗ്നേറ്റഡ് ആസ് Fe415 if option A the upper yield stress of the steel is 415 Newton per mm square. പിന്നെ ഓപ്ഷൻ ബി ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് ദ സ്റ്റീൽ ഈസ് 415 Newton per mm square. ഓപ്ഷൻ സി ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഈസ് 1.15. ഓപ്ഷൻ ഡി ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് 415 Newton per mm square. അപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ദ റേഷ്യോ ഓഫ്. ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മയുണ്ടോ നോക്കുക. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓപ്ഷൻ എ ടെൻസൈൽ സ്ട്രെങ്ത് ടു വർക്കിംഗ് സ്ട്രെസ്, ഓപ്ഷൻ ബി കംപ്രസീവ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്, ഓപ്ഷൻ സി ബെൻഡിങ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്, ഓപ്ഷൻ ഡി ഈൽഡ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്. ഓക്കെ, അപ്പം 3 ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആൻസർ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് നമുക്ക് കമന്റ് സെക്ഷനിൽ പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പം ഇൻ കേസ് അതിൽ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചോളൂ. അടുത്ത ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.